എന്നാടി ഗീത നീ പറമ്പിൽ കൂടെ തേടി നടക്കുന്നത്? കൂണ് പറിക്കുവാണോ ഡി? പിന്നെ എന്നും കൂണിരിക്കുക ഇവിടെ. ഞാൻ തേടി നടക്കുന്നതല്ല, ഞാനിങ്ങനെ ഒരു ആലോചിച്ച് നടക്കുന്നതാണ്. എന്നെ ആലോചിച്ച് നടക്കുന്നത്? അതെ, എൻ്റെ മോനെ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കണം. അതിന് പറമ്പിൽ തേടിയാൽ കിട്ടില്ല. ഞാനിങ്ങനെ ആലോചിച്ച് ഇവിടെ എത്തിയതാ. അവനൊന്ന് പറഞ്ഞു കൊടുക്കണം അതിന്. നിന്റെ മോനല്ലേ കഴിഞ്ഞ ഇടയ്ക്കൊരു കൺവേഷൻ കെട്ടി സാരിയൊക്കെ കൊടുത്തു? അത് കഴിഞ്ഞ ദിവസമൊന്നും അല്ല, അത് കുറെ നാളുകൾ മുന്നേ അല്ലേ അവൻ പ്രച്ഛന്ന വേഷം അവതരിപ്പിച്ചതല്ലേ. പിന്നില്ലേ, സൂപ്പറായിരുന്നില്ലേ? സാമാന്യല്ല, നല്ല ഒന്നാന്തരം പരിപാടിയായിരുന്നു. ഇത്തവണ അവന് വേണ്ടത് കഥാപ്രസംഗം വേണം. ചേച്ചിക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ, ഞാൻ എഴുതിയെടുക്കട്ടെ. എനിക്കിപ്പോ ഈ മിനിറ്റ് വെച്ച് കഥാപ്രസംഗം പറയാൻ പറ്റുമോ? ചേച്ചി ആലോചിച്ച് നോക്കൊന്ന്. ആലോചിച്ച് എഴുതിയെടുക്കണം, എന്നിട്ട് അവന് കൊടുക്കണം. ബുക്കല്ലേ എൻ്റെ ഇരിക്കുന്നേ? കാതികയല്ല കലാകാരിയല്ല ഞാൻ. ഇതെനിക്കറിയത്തില്ലേ ചേച്ചി? കാതികയും കലാകാരിയൊന്നും അല്ലെന്നു. അയ്യോ, നിന്നോടിക്കല്ലേ എന്നതാ പറയുന്നത്? എന്തെങ്കിലും ഒരു കഥാപ്രസംഗമായാലും എന്നതിനായാലും ഒരു മുഖവുര വേണ്ടേ? അതാണോ അത്? കാതികയല്ല ഞാൻ, കലാകാരിയല്ല ഞാൻ. എഴുതിയോ? പിന്നെ എന്നതാ? കേവലം വെറുമൊരു വീട്ടമ്മയാണ് ഞാൻ. അപ്പൊ ചേച്ചി വീട്ടമ്മയാണ്, എൻ്റെ മകനല്ലേ ഇത് അവതരിപ്പിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ പറയുന്ന എന്റെ മകളെ കൊണ്ട് അവതരിപ്പിക്കരുത്. എന്നതാ ചേച്ചി ചൂടാവാതെ? ഇത് മകൻ അവതരിപ്പിക്കുമ്പം കാതികയല്ല കലാകാരിയല്ല വീട്ടമ്മയാന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാനല്ലേ ഇതൊക്കെ പറയുന്നത്. അന്നേരം എന്നെ കൊള്ളിച്ച് ഞാനങ്ങ് പറയുക. അത് നീ നിന്റെ മകനെ പഠിപ്പിക്കുമ്പോ അത് മകന്റെ രീതിയില് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക നീ. അങ്ങനെ. ഓക്കെ. ദേഷ്യപ്പെടല്ലേ. ഇനി അടുത്ത പറ. അത്ര എഴുതിയോ? നീ കഥയുടെ പേരൊക്കെയാണ്? പേരോ? അതിന് കഥയൊന്ന് തുടങ്ങണ്ടേ? ഇപ്പൊ തുടങ്ങാൻ പറയുന്നത് ഞാനാണ്. ഇതാ അങ്ങോട്ട് നോക്കൂ. അവിടെ ഒന്നും കാണുന്നില്ലല്ലേ ചേച്ചി? അവിടെ ഒന്നും കാണുന്നില്ലല്ലേ? എടി പൊട്ടി, അതാ വരുന്ന എന്റെ കഥയിലെ നായകൻ. എഴുതുന്നോ നീ? എഴുതാൻ? അയ്യോ, ഞാൻ നോക്കിട്ട് അതിലെ ആരെയും കണ്ടില്ല. നോക്കിട്ട് കാണുന്നില്ല പൊട്ടിയൊക്കെ? എഴുതി. അതാ അങ്ങോട്ട് നോക്കൂ, അതിലെയാണ് എൻ്റെ കഥയിലെ നായകൻ വരുന്നുണ്ടെന്ന്. അതാ അങ്ങോട്ട് നോക്കൂ, അതാ എൻ്റെ കഥയിലെ നായകൻ വരുന്നു. എഴുതി. എഴുതിയോ? ഇനിയിപ്പോ എന്നതാ കഥയുടെ പേര് പറയുകയാണോ? കഥയുടെ പേര് പറയാം. തുടങ്ങി ചേച്ചി, കഥ തുടങ്ങി. നീ കഥയുടെ പേരും ഇതൊക്കെ അറിയണ്ടേ? പറ തുടങ്ങിക്കോ. ഞാൻ എഴുതട്ടെ. എൻ്റെ കഥ അങ്ങ് ദൂരെ പട്ടണത്തിലാണ് നടക്കുന്നത്. പട്ടണത്തില്? എൻ്റെ കഥ നടക്കുന്നത് ദൂരെ പട്ടണത്തിലാണ്. എഴുതി. എൻ്റെ കഥ നടക്കുന്നത് ദൂരെ പട്ടണത്തിലാണ്. എഴുതിയല്ലോ? എഴുതി. പിന്നെ കഥയുടെ പേര് പട്ടണത്തിൽ ഭൂതം. അയ്യോ, പട്ടണത്തിൽ ഭൂതം. അന്നേരത്തേന് ഇത്രയും പറഞ്ഞ ഉടനെ തബല തല്ലി പൊട്ടിക്കണം. അയ്യോ, തബല തല്ലി പൊട്ടിക്കണം. ഹാർമോണിയം ശരിക്ക് വായിച്ചു വിടണം. തബല തല്ലി പൊട്ടിക്കണം, ഹാർമോണിയം ശരിക്കും വായിക്കണം. തബല തല്ലി പൊട്ടിക്കാൻ അതിന്റെ ഉടമസ്ഥൻ സമ്മതിക്കുമോ ചേച്ചി? പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചെറിച്ച് കളയണോന്നല്ല, പിന്നെ നല്ല ശബ്ദത്തിൽ പൊട്ടിച്ച് ഒന്ന് ഒച്ച കേൾക്കണം. ഒച്ച കേൾപ്പിക്കണം. അങ്ങനെയാണോ? അങ്ങനെയാ. എന്നാ എഴുതി. അല്ല ചേച്ചി, പട്ടണത്തിൽ ഭൂതം ഒരു സിനിമയുടെ പേരല്ലേ? സിനിമയുടെ പേര് എന്നെ ആർക്കും പറയത്തില്ലേ? വേറെ? അയ്യോ, പറയാം. നീ എഴുതിയോ? ഇത്രയും എഴുതി. ഇനി അടുത്തോ പറഞ്ഞോ? അടുത്ത ഇനി എന്നതാ പറയണ്ടേ? ഞാൻ ഓർക്കട്ടെ. ഇത്രയും പോരെ? പട്ടണത്തിൽ ഭൂതം. പട്ടണത്തിൽ തബല തല്ലി പൊട്ടിക്കണം. അത്രയും മതി. നീ പോരെങ്കിൽ ഈ മുതുകഴുതയോട് പറഞ്ഞോണ്ടിരിക്കണമെങ്കിൽ എനിക്ക് സമയം പോകും. നീ പോരെങ്കിൽ ബാക്കി ഞാൻ നാളെ പറഞ്ഞു തരാം കേട്ടോ. നീ കൊണ്ട് പോകാൻ നോക്ക്.